ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബോട്ടിലിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ ടിഷ്യൂ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ടിഷ്യൂ ഇതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം ആദ്യം ഒന്ന് ഒരു കോട്ട് ഒട്ടിച്ചു കൊടുത്തു, ഒരു 2 ടിഷ്യൂ ഒട്ടിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ടിഷ്യൂ ഒട്ടിക്കണമെന്നില്ല, നേരെ ഇതുപോലെ വൂളുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാം കേട്ടോ. വൂള് ഡയറക്റ്റായിട്ട് ചുറ്റിയെടുത്താൽ മതി. പക്ഷേ ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് ഇതിലിങ്ങനെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഉള്ളത് കാരണം ഇതിൽ വൂള് ചുറ്റിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ടിഷ്യൂ വെച്ച് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടിലിനനുസരിച്ച് നിങ്ങൾ ടിഷ്യൂ ആണോ വേണ്ടത് വൂളാണോ വേണ്ടതെന്ന് തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഒരു കോട്ടും കൂടെ ഒന്ന് ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ വെള്ളവും ഗ്ലൂവും കൂടെ മിക്സ് ചെയ്തത്, ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തത് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിക്കോളും. എന്നിട്ട് ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ അതിലൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഒരു കോപ്പർ ഫിനിഷിംഗ് ആണ് കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് കോപ്പറിൻ്റെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം കേട്ടോ. സിൽവറോ ഗോൾഡോ ബ്രോൺസോ ഒക്കെ കൊടുക്കാം. അത് എനിക്ക് തോന്നുന്നു ബ്രോൺസ് ഗോൾഡ് സിൽവറൊക്കെയാണ് ഒരു ആൻറ്റിക് ലുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെയിൻ്റൊന്നും ഇല്ലാത്തവർ വൂള് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളുടെ ബോട്ടിലൊന്ന് ശ്രദ്ധിക്കണം മാത്രം വൂളാവുമ്പോൾ കേട്ടോ. പിന്നെ ഇതുപോലെ ഈ ഷെയ്ഡ് കൊടുക്കാനായിട്ട് കുറച്ച് നമ്മളെ കൈ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങോട്ട് തീരുമാനിച്ച് അങ്ങോട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം, എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം. ഇതാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന മെയിൻ സംഭവം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കാണുമ്പോൾ പൂ പോലെ ഇരിക്കുന്നുണ്ടല്ലേ? ഇത് എന്താ സംഭവം എന്ന് ഞാൻ കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ലെമൺ. ഈ ലെമൺ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഷെല്ല് കൊണ്ട് ഉണ്ടാക്കിയ പൂവാണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇത് പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധികം വൈകാതെ തന്നെ ചെയ്യാം കേട്ടോ. ഒരുപാട് ഉണങ്ങി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ഉണങ്ങി, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ 2 കട്ടിങ്ങുകൾ തമ്മിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഉണങ്ങിപ്പോയാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ ചെയ്തെടുക്കുക. എനിക്കൊന്ന് നാട്ടിലൊക്കെ ആകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇവിടെ നല്ല സമ്മറായി തുടങ്ങി, അതുകൊണ്ട് കുറച്ച് ഇതാണ് കേട്ടോ. പിന്നെ എന്നിട്ട് ഇതിൻ്റെ എഡ്ജസ് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ അങ്ങ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷേപ്പായിട്ട് കിട്ടും. ഇനി നമുക്ക് ആ ഫ്ലവർ കറക്റ്റായിട്ട് നിൽക്കണ്ടേ, പെറ്റൽസ് ഇങ്ങനെ താഴ്ത്തോട്ടൊക്കെ ആവുന്ന പോലെ. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഇങ്ങനെ പിച്ച് അങ്ങനെ പിന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്രീൻ കളർ അവിടെ നിന്നിട്ട് നമ്മൾ ആ ലെമണൊക്കെ ഇരിക്കുന്ന ആ സംഭവമല്ലേ, അതിങ്ങനെ പുറത്തോട്ട് വേറെ ആയിട്ട് കിട്ടും, സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യണം. അതിനാണ് ഞാൻ പെട്ടെന്ന് മീൻസ് അന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഇന്നലത്തെ ലെമണാണ്, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വീഡിയോ ഓൾറെഡി എടുത്തത് റിമൂവ് ആയിപ്പോയി. അപ്പോൾ ഇന്നലെ എടുത്ത് വെച്ച ലെമണിൻ്റെ പീസ് എടുത്ത് ഇന്ന് ചെയ്തപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടാണ് ഇത് വലിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങനെയാവുമ്പോൾ. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വലിച്ച് എടുത്തു കഴിയുമ്പോൾ രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു വൈറ്റ് സാധനം നമ്മളിങ്ങനെ മുകളിലോട്ട് പൊക്കി കൊടുക്കുക. ബാക്കിയുള്ളത് പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ എന്തെങ്കിലും ഷേപ്പൊക്കെ ആക്കി കൊടുക്കാം. പക്ഷെ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ വ്യത്യാസമായിട്ടൊക്കെ പോകും കേട്ടോ. നമ്മൾ ചെയ്ത് കൊടുത്ത അതേ ഷേപ്പിലൊന്നും വരില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ വെയിലത്തൊക്കെ വെച്ച് വേണമെങ്കിൽ ഉണക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കളർ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ താഴെ ഞാൻ ഒരു പിങ്ക് കളർ കൊടുത്തു, പിന്നെ മുകളിലൊരു സിൽവർ കളർ കൊടുത്തു കേട്ടോ. താഴെ അതിൻ്റെ അടിഭാഗത്ത് കളറൊന്നും കൊടുത്തിട്ടില്ല. അതിന് ശേഷം കളർ ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാർണിഷ് ഉണ്ടല്ലോ, വാർണിഷിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിപ്പ് ചെയ്തെടുത്താലാണ് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പോവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡിപ്പ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഇങ്ങോട്ട് ആവില്ല. ആ പൊട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ നന്നായിട്ട് വാർണിഷ് ഒരു ഇതിലെടുത്തിട്ട് വാർണിഷ് ബോട്ടിലോട്ട് അങ്ങ് എന്തെങ്കിലും വെച്ചിട്ട് അങ്ങ് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി കളർ ഇല്ലാതെ വേണമെങ്കിൽ ഇങ്ങനെയായാലും വെക്കുക കേട്ടോ. പക്ഷെ അത് അത്ര ഭംഗിയില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കളർ കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്നിട്ട് വാർണിഷ് ചെയ്തതിന് ശേഷം ഈ ഫ്ലവർ നന്നായി ഉണങ്ങാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അതിനിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഗ്രീൻ പേപ്പർ നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാഗസിൻ പേപ്പേഴ്സോ ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് വൂള് യൂസ് ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ
3 സ്റ്റിക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുന്നേ എവിടേക്കാണ് ഇത് ഫ്ലവേഴ്സ് വരേണ്ടത്, സ്റ്റെം എവിടെ വരേണ്ടത് എന്നൊക്കെ ഏകദേശം ഒരു ഇത് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മളെടുത്ത ബോട്ടിലിനനുസരിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫെവി ബോണ്ടാണ് എടുത്തിരിക്കുന്നത്. ഫെവിക്കോളാകുമ്പോൾ കുറച്ച് സമയം പിടിക്കും. ഫെവിക്കോള നിങ്ങളുടെ കയ്യിലുള്ള വെച്ച് ഫെവിക്കോൾ എടുക്കാം കേട്ടോ. ഗ്ലൂ ഗണ്ണും വേണമെങ്കിൽ എടുക്കാം. ഇപ്പം എൻ്റെ ഗ്ലൂ ഗൺ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പോയി മേടിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണം അതൊന്ന് വെക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റെമ്മുകളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ബോട്ടിൽമേ ഡയറക്റ്റ് ഗ്ലൂ കൊടുത്തിട്ട് നമ്മൾ ഈ സ്റ്റെം പോലെ ഉണ്ടാക്കി ഈ റോള് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കിയ റോളുമേ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെക്കുന്നതിന് മുന്നേ എവിടെ വെക്കണമെന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാതും ഒട്ടിച്ച് കൊടുക്കുക ആവശ്യത്തിന്. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഫ്ലവർ ഒട്ടിക്കണം. ഫ്ലവർ ഡയറക്റ്റായിട്ട് ഒട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു റൗണ്ട് പീസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അടിയിലങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. ഫ്ലവറിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, എല്ലാ ഫ്ലവറുകളുടെയും താഴെ ഭാഗത്ത് നമ്മളൊന്ന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. മറ്റൊന്നും വെച്ച് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവർ ഭയങ്കര ഡ്രൈ ആയിട്ടല്ല ഇരിക്കുക. ലെമൺ അല്ലേ, ലെമൺ നിങ്ങൾക്ക് അറിയാമല്ലോ ഡ്രൈ ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ. അപ്പോൾ ഈ പേപ്പർ ആകുമ്പോൾ നമുക്ക് ആ പേപ്പറിൻ്റെ ആ ഭാഗം പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കോളും, എവിടെയെങ്കിലും ഒട്ടിക്കോളും. അപ്പോൾ അതങ്ങ് പിടിച്ചിരുന്നോളും. ലെമൺ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച ഭാഗത്തൊന്നും ഒട്ടില്ല കണ്ടോ. ഇപ്പോൾ പേപ്പർ അവിടെ ഒട്ടി, അപ്പോൾ അതങ്ങോട്ട് ലെമൺ, അപ്പോൾ ആ പേപ്പർ ഒട്ടും. അങ്ങനെ നമുക്ക് ഒട്ടിക്കാം. അതല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് പേപ്പർ എവിടെയാണ് വെക്കേണ്ടത് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കാം, എന്നിട്ട് ലെമൺ വെച്ച് കൊടുക്കാം കണ്ടോ. ഇപ്പോൾ നമ്മളുടെ വർക്ക് ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ താഴെ ഭാഗത്തിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യാണ്. ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതിങ്ങനെ കട്ട് ചെയ്യാമല്ലോ പേപ്പർ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. അതൊരു ബോർഡർ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്കൊന്ന് ഒട്ടിച്ചാൽ നല്ലതാണ്. നിങ്ങൾ വൂളാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ താഴെ നിങ്ങൾ ഗ്രീൻ വൂള് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് ഒട്ടിക്കേണ്ട. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി അതായിരിക്കും കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വൂള് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ഒരു കാര്യം കൂടെ ചെയ്യണം. അപ്പോൾ അതാ ഇനിയിപ്പോൾ ബാക്ക് സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ച് എടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വൂള് ആണ് നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഗ്രീൻ വൂള് തന്നെ ഇത് ഈ ഒരു വലുപ്പത്തിൽ ചുറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഈ നിൽക്കുന്നത് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് താഴോട്ട് ആക്കി കഴിഞ്ഞാൽ ഒരു പുല്ലിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് കിട്ടും കണ്ടോ. ഇതാണ് നമ്മുടെ ബോട്ടിലാട്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ലെമണിൻ്റെ ഒക്കെ ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഇതിപ്പോൾ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് വോൾ ഡെക്കോറായിട്ടും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വോൾ ഡെക്കോറായിട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.